സോ ഞാൻ ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ വരുന്ന കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നേക്കെ. സോ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. മാഡം, ഈ കെയർ ഹോം അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി എങ്ങനെയാണ്? ഈ കെയർ ഹോം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന് ഇവിടെ പ്രത്യേകം കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു നഴ്സ് വന്നിട്ട് കെയർ ഹോം അസിസ്റ്റന്റ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്, നമ്മളൊരു നഴ്സ് ആകുമല്ലേ ചെയ്യുന്നത്. കെയർ ഹോം അസിസ്റ്റന്റ് എന്ന് പറയുന്നത് A2 വരെ പാസ്സായാൽ മതി എന്ന് പറഞ്ഞു, അങ്ങനെ എന്തോ ഉണ്ടോ? ഇല്ല, B2 തന്നെ വേണം. A1 A2 പാസ്സായ വിസ റെഡി ആവത്തില്ലേ? ഇല്ല, വിസ റെഡി ആവുമായിരിക്കും, പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ B2 വേണം. B2 അത് അവിടെ വന്നിട്ട് പാസ്സായാ പോരെ? A1 A2 പാസ്സായതിനു ശേഷം മതി, ചില സ്ഥലത്ത് അങ്ങനെ മതി. അത് ANM സർട്ടിഫിക്കറ്റ് അല്ലേ കെയർ ഹോമിന്? അല്ല, ഇവിടുത്തെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആകുമെന്ന് അവർ നോക്കും. റെക്കഗ്നൈസ്ഡ് ആവാനുള്ള ANMന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആവാനുള്ള പ്രോബിലിറ്റി കുറവാണ്. അവരത് ചെക്ക് ചെയ്യും. റെക്കഗ്നൈസ്ഡ് ആയ കുഴപ്പമില്ല. കെയർ ഹോം അസിസ്റ്റന്റ് ആണെങ്കിലും എന്ത് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ആണെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ് ഇവിടെ. A2 പാസ്സായാൽ കയറി വരാൻ സാധിക്കുമല്ലേ? നമുക്ക് അവര് വിസ തരുന്ന പോലെ ഇരിക്കും. ഇപ്പൊ പ്രായം കാര്യങ്ങളെല്ലാം നോക്കും അവര്. മാക്സിമം ഏജ് ലിമിറ്റ് 45 ആണ്. ഹലോ മാം, ഞാൻ കുറച്ച് ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഈ ഫുള്ളും കേൾക്കാൻ പറ്റില്ല. ഫാമിലിനൊക്കെ A1 തൊട്ട് B2 വരെ പഠിച്ച് പാസ്സായി നമ്മൾ പോയി ഹസ്ബൻഡിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു ഇതെങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളും അവർക്കുള്ളത്? അവർക്ക് ഇവിടെ വന്നിട്ട് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവരുടെ ലാംഗ്വേജ് സ്കിൽസ് അനുസരിച്ച് അവർക്ക് ജോബ് നോക്കാൻ പറ്റും. ഇപ്പൊ ഒരു എഞ്ചിനീയർ ആണ്, മെക്കാനിക്കൽ IT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ജോബ് കിട്ടും. ഇപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് പാർട്ട് ടൈം ജോലിക്കാണ് പോകുന്നത്. അത് ഇപ്പം നമ്മൾ ആമസോൺ, DHL അങ്ങനെയുള്ള ഓരോ സെന്റേഴ്സിലാണ് ഇവർ പാർട്ട് ടൈം ജോബിന് പോകുന്നത്. അത് ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോബിന്റെ ഇത് ഓപ്പർച്യൂണിറ്റീസ് മാറി വരും. ഇപ്പൊ സ്പൗസിനെ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് എത്ര വരെ പഠിക്കണം, എങ്ങനെയാണ്? ഇപ്പം ഇവിടെ വരാൻ വേണ്ടി നഴ്സുമാരുടെ ഹസ്ബൻഡ്സിന് ലാംഗ്വേജ് വേണ്ട. പണ്ട് വേണമായിരുന്നു. ഇപ്പൊ ഒരു 2 ഇയർ ആയിട്ട് നഴ്സുമാരുടെ ഹസ്ബൻഡ്സിന് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ വന്നൊരു ജോലി കിട്ടാൻ തീർച്ചയായിട്ടും ലാംഗ്വേജ് വേണം. ഹലോ മാം. മാം, അവിടെ ജർമ്മനിയിൽ മെഡിക്കൽ PGന്റെ സ്കോപ്സ് ഒന്ന് പറയാവോ? മെഡിസിൻ കഴിഞ്ഞിട്ട് PG ചെയ്യുന്നതിന്റെ. MBBS കഴിഞ്ഞിട്ട് PG ചെയ്യാനായിട്ട്. MBBS കഴിഞ്ഞിട്ട് ഇവിടെ PG ചെയ്യാൻ പറ്റും. സോ അതിന് ഇവിടെ C1 ലാംഗ്വേജ് വേണം. C1 ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. B2 ലെവല് പോരാ? C1 ലാംഗ്വേജ് വേണം. അപ്പൊ മാം അത് കഴിഞ്ഞിട്ട് മാം അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി കഴിയുമ്പോഴത്തേനും വേറെ മെഡിക്കൽ ലാംഗ്വേജ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും കാണും. ഡോക്ടേഴ്സിന്റെ അതായ ഒരു എക്സാം ഉണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിം കാര്യവും എനിക്കറിയില്ല, പക്ഷെ ആ എക്സാം എഴുതി പാസ്സാവണം. അപ്പൊ അതിന് പ്രിപ്പയർ ഒക്കെ ചെയ്യുമോ? അവിടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവോ? ഇല്ല, ഇവിടെ ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് ഇപ്പൊ നഴ്സസിനാണെങ്കിൽ പ്രിപ്പറേഷൻ കൊടുക്കാറുണ്ട്. ഡോക്ടേഴ്സിന് കുറച്ചും കൂടെ ഒരു ഇതായി മുൻപേ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവർ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയത്. ബട്ട് അത് ഭയങ്കര നമുക്ക് നല്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വായിച്ച് നമുക്ക് മനസ്സിലാക്കി എഴുതാവുന്നേ ഉള്ളൂ. അപ്പം മെഡിക്കൽ ടേംസ് ഒക്കെ പക്ഷെ പാടല്ല മാം? മെഡിക്കൽ ടേംസ് ഒക്കെ ജർമ്മനില് യെസ്, ഡിഫറെന്റ് ആണ്. നമ്മൾ പഠിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മെഡിക്കൽ ടേമും ആദ്യം തൊട്ട് തന്നെ പഠിക്കേണ്ടി വരും. B2 എക്സാം പാസ്സായി കഴിഞ്ഞ് അവിടെ വന്നാണോ എക്സാം എഴുതേണ്ടത് നഴ്സിംഗിന്റെ, അതോ ഇവിടെ നിന്ന് എഴുതാവോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് തന്നെയാണ് വന്നത്. സോ നമ്മൾ ആദ്യം നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ അനാർക്കനം കിട്ടുമോന്ന് നോക്കണം. അനാർക്കനം കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സാം എഴുതണ്ട. നമുക്ക് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തേതായ രീതിയിൽ വാർഡിൽ നിന്ന് ജോലികളെല്ലാം പഠിച്ച് ആ കൂട്ടത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള ക്ലാസ് ഇവിടെ എല്ലാ ഹോസ്പിറ്റൽസും ഓൾഡേജ് ഹോമും റീഹാബും എല്ലാവരും പ്രൊവൈഡ് ചെയ്യും. ആ സമയത്ത് പഠിച്ച് എക്സാം എഴുതിയാൽ മതി. ഓക്കെ മാം. മാഡം, ഡിപ്ലോമക്കാർക്ക് ഓക്കെ ആണോ നഴ്സിംഗ് ഡിപ്ലോമ? ഡിപ്ലോമ എന്ന് ഉദ്ദേശിക്കുന്നത് GNM ആണോ? അതെ GNM. അതെ,
GNM കാര്യം ഇവിടെ എടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് എന്താണേലും ഇവിടെ വന്ന് എക്സാം എഴുതേണ്ടി വരും. വെച്ചാൽ BSc പോലെ ഒരു 50-50 ചാൻസ് ഇല്ല. അവർക്ക് എന്താണേലും വന്ന് എക്സാം എഴുതേണ്ടി വരും. അല്ല മേഡം B1 B2 പാസ്സായാലും അവിടെ വന്ന് എക്സാം എഴുതണോ? യെസ്, ഇവിടെ വന്ന് രജിസ്ട്രേഷന് വേണ്ടിയുള്ള എക്സാം എഴുതേണ്ടി വരും. അത് ലാംഗ്വേജ് ടെസ്റ്റ് തന്നെയാണോ അതോ നമ്മുടെ പഠിച്ച കാര്യങ്ങളാണോ? അല്ലല്ല, അത് മെഡിക്കലി ഉള്ള കാര്യങ്ങളായിരിക്കും. നമ്മളിപ്പോ 4th ഇയർ മെഡിക്കൽ സർജിക്കൽ എക്സാം എഴുതിയിട്ടില്ലേ, 4th ഇയർ അല്ലെങ്കിൽ 3rd ഇയർ എക്സാം, അത് തന്നെ. മേഡം ഇത് അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്റർ പിന്നെ അതുപോലെ ഓൾഡ് ഏജ് ഹോം ഇതിന്റെയൊക്കെ വേക്കൻസി എങ്ങനെ അറിയാൻ പറ്റും മേഡം അവിടുത്തെ? ഇതിനൊക്കെ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്. ഇതിനൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ അറിയാൻ പറ്റും. ഏജൻസിയുടെ ഏതെങ്കിലും 1-2 ഏജൻസി പേര് പറയും മേഡം. എങ്ങനെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് രജിസ്ട്രേഷൻ കിട്ടി പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയൊന്നുമില്ല. നമ്മള് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് കൊടുക്കുക. നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇവിടെ വന്ന് എഴുതാം. അത് പ്രത്യേകിച്ച് അതിന് വഴിയൊന്നുമില്ല. നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് നഴ്സിംഗ് പഠിച്ച് വർഷമൊക്കെ ഉണ്ട്. അപ്പം രജിസ്ട്രേഷൻ കൂടാതെ നമ്മൾ എത്ര അവർ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സർജിക്കൽ എത്ര അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ സാധനം കിട്ടും. അത് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഈ ഇത് ഡിസൈഡ് ചെയ്യുന്നത്? നോ, എക്സ്പീരിയൻസ് ഇതിന്റെ അകത്ത് യാതൊരു രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ അകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ട്രാൻസ്ക്രിപ്റ്റ് മാത്രമാണ്. ഹലോ, നമ്മള് ഏതെല്ലാം സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ B2 ലെവൽ പാസ്സായി കഴിഞ്ഞതിന് ശേഷം അവിടേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അത് ഏതെല്ലാം സർട്ടിഫിക്കറ്റ് ആണ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്? ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമാണോ? അല്ല, +2 സർട്ടിഫിക്കറ്റും ചെയ്യും, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യും, രജിസ്ട്രേഷൻ ചെയ്യും, മാർക്ക് ലിസ്റ്റ് ചെയ്യത്തില്ല, ബാക്കിയെല്ലാം ചെയ്യും. പ്ലസ് ടു തൊട്ട് പിന്നെ അങ്ങോട്ടുള്ളത്. അതുപോലെ ഫാമിലി വിസ ഇൻക്ലൂഡ് ആവുന്ന സമയത്ത് നമുക്ക് മക്കളെയും അല്ലെങ്കിൽ ഫാമിലി സ്പൗസിനെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കുട്ടികൾക്ക്? ഞാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഫ്രീ ആണ്. അതിൽ മാൻഡേറ്ററി ആയിട്ട് ഇന്ന ഒരു ഇത്ര ലെവൽ തൊട്ട് ഇത്ര വരെ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് 18 ഇയേഴ്സിന് ആഫ്റ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. 16 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. 16 വയസ്സ് കഴിഞ്ഞ അതുവരെയുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. എഡ്യൂക്കേഷൻ ഫുള്ളി ഫ്രീ ആണ്. പിള്ളേരെ 16 വയസ്സ് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഫാമിലി ഇൻക്ലൂഡഡ് വിസ ആയിരിക്കും. ഫാമിലിനെ നമുക്ക് പേരൻസിനെ വിസിറ്റിംഗ് വിസയെ കൊണ്ടുവരാൻ 3 മന്ത്സ് നിർത്താം. അതിനുശേഷം അവർ 6 മന്ത് നാട്ടിൽ പോയി നിൽക്കണം, പിന്നെയും 3 മന്ത്സ് നിർത്താം. ഓക്കെ ഓക്കെ, താങ്ക് യു. സ്പൗസിന് വർക്ക് ചെയ്യുന്നതിന് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ട്. സ്പൗസിന് ജോലി കിട്ടണമെന്നുണ്ട്. ഇപ്പൊ കിട്ടുന്ന ജോലി അനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ലൊരു ജോബ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ലാംഗ്വേജ് പഠിക്കണം. ഇപ്പൊ പാർട്ട് ടൈം മാത്രം മതി, ഇപ്പം ആമസോൺ പോലെയുള്ള രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ ആവശ്യമില്ല വരുന്നതിന്? യെസ്, ഞാൻ പറഞ്ഞല്ലോ 45 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ്. മാം, നമ്മൾ ഈ OT-യിൽ വർക്ക് ചെയ്ത ഒരാള് അവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ എനിക്ക് കേട്ടില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് അവിടെ വന്നു കഴിഞ്ഞാൽ OT-യിൽ തന്നെ കിട്ടുമെന്ന്? ചാൻസ് കുറവാണ്. ബിക്കോസ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെതായ പ്രത്യേക ഒരു കോഴ്സ് ഉണ്ട്. നമ്മൾ +2 കഴിഞ്ഞ് BSc നഴ്സിംഗ് ചെയ്യുന്ന പോലെ ഇവിടെ +2 കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. സോ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പ്രിഫർ ചെയ്യത്തില്ല. ബിക്കോസ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇത് മൊത്തവും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഓൾറെഡി എല്ലാ മെഡിക്കൽ വർക്ക്സും നമ്മൾ ജർമ്മനിൽ പഠിക്കണം. പിന്നെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഒക്കെ കൂടെ പഠിക്കാൻ നമുക്ക് നല്ല ടൈം എടുക്കും. അത് നമുക്ക് നാട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, വന്ന് കണ്ട് പഠിക്കാനേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അവർ ആദ്യം പ്രിഫർ ചെയ്യുന്ന എപ്പോഴും നോർമൽ ജനറൽ വാർഡ് ആയിരിക്കും. പിന്നീട് നമുക്ക് ടൈം ബൈ ടൈം നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് മാറി കയറാൻ പറ്റും. മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം, അവിടെ മെഡിസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഹിമോഫീലിയ മെഡിസിൻ ഒക്കെ ഡിപെൻഡന്റിന് കിട്ടുമോ? അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും? നമുക്ക് ടാക്സ് മെഡിസിന് ടാക്സ് എന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. മരുന്നിന് ടാക്സോ? മരുന്ന് പൈസ കൊടുത്ത് വാങ്ങണമെന്നാണ് ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഇല്ല, നമുക്കിപ്പോ ഇപ്പം വളരെ
ഇപ്പൊ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഇതൊക്കെ വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. വലിയ വലിയ മെഡിസിൻസിന് ഇത്ര ശതമാനം മാത്രമാണ് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരത്തുള്ളൂ. ഓക്കെ. എനിക്ക് പിന്നെ മിക്കവാറും വ്യത്യാസമുണ്ടോ? സോറി, സാലറിയിൽ വല്ല വ്യത്യാസമുണ്ടോ? സെയിം സാലറി തന്നെയാണോ? കേട്ടില്ല. MSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിക്കും BSc നഴ്സിംഗ് കഴിഞ്ഞ സെയിം സാലറി തന്നെയാണോ? BSc MSc GNM എല്ലാവർക്കും സെയിം സാലറിയാണ്. ഓക്കെ, താങ്ക് യു. മാം ഒരു മാഡം ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ മാം. നമുക്കിപ്പോ ട്രാൻസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടല്ലേ നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സ് ആകുന്നത്. അപ്പൊ നമുക്ക് Yes. ജർമ്മനിയിലേക്കാണെങ്കിൽ എത്രയാണ് വർക്കിംഗ് അവേഴ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് എത്ര വരുമ്പോഴാണ് എലിജിബിൾ ആകുന്നത്? നമ്മുടെ വർക്കിംഗ് അവേഴ്സ് 2400ഉം തിയറി അവേഴ്സ് 2000 ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവർ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നത്. പക്ഷെ ഇവർക്ക് സ്പെസിഫിക് വാർഡിലോട്ട് സ്പെസിഫിക് ഇതിലോട്ട് ഇത് വേണം. ഇപ്പൊ നമുക്ക് ആംബുലൻസ് ഫ്ലീഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ നാട്ടിലില്ല. ഓൾഡ് ഏജ് ഹോമിൽ വിടുന്ന പരിപാടി നമുക്ക് നാട്ടിലില്ല. ഈ 2 ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നാട്ടിൽ വെച്ച് പോകുന്നില്ല. ആംബുലൻസ് ഫ്ലീഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി കെയർ ചെയ്യുക. ഓൾഡ് ഏജ് ഹോം എല്ലാവർക്കും അറിയാം. ഈ 2 ഫീൽഡിൽ നാട്ടിൽ ഹോസ്പിറ്റലിൽ പഠിക്കുന്ന ഒരാൾ പോകുന്നില്ല. സോ ഈ ഒരു 2 ഫീൽഡിന്റെ ഡെഫിഷ്യൻസി അവർ നോട്ട് ചെയ്യും. സോ അത് അതിന് പകരം അവർ വെക്കുന്ന കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അത് മീറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇതിൽ അവരിലുപരി അവർ 2400 അവറേ ഉള്ളൂ. ഡെഫിനറ്റ്ലി നാട്ടിൽ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തി ഇപ്പൊ ഞാൻ 2018 കഴിഞ്ഞാൽ എനിക്ക് 4000 അവേഴ്സിന് മുകളിലുണ്ട്. പക്ഷെ ഇവർ കമ്പയർ ചെയ്യുന്ന ചില സ്പെസിഫിക് വാർഡ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതായിട്ട് കറക്റ്റ് ആയിട്ട് വരണമെന്നേ ഉള്ളൂ. അവേഴ്സിന്റെ ഉപരി ആ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ നമുക്കിപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് നമ്മൾ അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് അതിൽ വരത്തില്ല അല്ലേ? അത് പ്രാക്ടിക്കലിൽ വരില്ല. ഇല്ല. ഓക്കെ ഓക്കെ മാം, ഒരു ഡൗട്ട് കൂടി. ഞാനിപ്പോ A1 A2 കഴിഞ്ഞു, എക്സാം കഴിഞ്ഞായിരുന്നു. B1 ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സാം ബേസ് ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എക്സാം എങ്ങനെയാണ്, നമുക്ക് എത്രത്തോളം ഈസി ആയിരിക്കും എന്നുള്ളത്? എത്രത്തോളം ഈസി ആയിരിക്കും എന്നുള്ളത് നമ്മൾ എത്രത്തോളം പഠിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 4 മണിക്ക് തൊട്ട് എഴുന്നിച്ചിരുന്ന് പഠിക്കാറ്. പിന്നെ ഞാൻ അന്ന് എനിക്ക് ഫാമിലി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വളരെ റെസ്ട്രിക്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പഠിക്കുക, വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സോ നമ്മൾ എന്തുമാത്രം വൊക്കാബ്സ് പഠിക്കുന്നു, നമ്മൾ എന്തുമാത്രം ഹിയറിങ് ലിസണിങ് കേൾക്കുന്നു. എനിക്ക് അന്ന് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ സ്പീക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ എനിക്കറിയാവുന്ന ഒരു ചേച്ചീനെ ഇവിടെ പുള്ളിക്കാരത്തി നഴ്സായിട്ട് വയ്ക്കുന്നത്, പുള്ളിക്കാരത്തെ പിടിച്ച് ഞാൻ സ്പീക്ക് ചെയ്യാൻ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു അത്ര എളുപ്പമായിരിക്കും നമുക്ക് എക്സാംസ്. അപ്പോൾ എനിക്ക് B1 ആണെങ്കിലും B2 ആണെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. എനിക്ക് B2 റീഡിങ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, ബിക്കോസ് ഇത്രയും വൊക്കാബ്സ് ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നിട്ട് എനിക്ക് B2 റീഡിങ്ങിന് എനിക്ക് 80 മാർക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് അതാണ്. ടെൻഷൻ അടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷേ എക്സാം എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നപ്പം ദൈവം അനുവദിച്ച് അത്രയും മാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു അത്ര എളുപ്പമായിരിക്കും. നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ തേമാസ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ബ്ലോഗ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ പക്കായിട്ട് പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ അത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഒരക്ഷരവും ഇപ്പൊ എന്തുകൊണ്ട് ഒരു ഗ്രാമർ ഇവിടെ ചേർത്തു അല്ലെങ്കിൽ ദേം വന്നു, നമ്മൾ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് പോകും. നമ്മൾ ആ എഫേർട്ട് ഇട്ടാൽ ഡെഫിനറ്റ്ലി പോകും. ഓൺലൈൻ കോഴ്സ് ആയിരിക്കോ ഓഫ്ലൈൻ കോഴ്സ് ആയിരിക്കോ ഏറ്റവും നല്ലത്? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? നമുക്ക് അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം ജോലിക്ക് പോകുന്ന ഒരാളാണ്, വീട്ടിൽ നിൽക്കണമെന്നുള്ള ഒരാളാണെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല, വെറുതെ നിൽക്കുവാണ്, വീട്ടിൽ നിന്നാൽ ഡിസ്റ്റർബ്ഡ് ആവുന്നുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നേരിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അത് ഓരോരുത്തരുടെയും പ്രിഫറൻസ് ഡിപ്പെൻഡ് ചെയ്യൂല. ഇപ്പൊ കുഞ്ഞുണ്ട്, ഫാമിലി ഉണ്ട്, ജോലിക്കും കൂടെ പോകണമെന്ന് പറഞ്ഞ ആള് നേരിട്ട് ക്ലാസ്സിൽ പോകാൻ പറയുന്നത് അത് മോശമാണ്. അയാൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും നല്ലത്, അല്ലാത്തവര് ഓഫ്ലൈൻ ക്ലാസ് ആണ്. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നമുക്ക് ഈ വരുമ്പോ മേഡം ഈ B1 കഴിഞ്ഞിപ്പോ ഒത്തിരി പേര് B1 കഴിഞ്ഞ ഉടനെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് കാണിക്കുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് പല സ്കൂളുകളും കാണിക്കുന്നു. അതിൽ വല്ല സത്യാവസ്ഥ? നമുക്ക് B1 കഴിഞ്ഞ് വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ നേഴ്സ് അല്ല, രജിസ്റ്റേർഡ് നേഴ്സ് ആവണേ നമ്മൾ B2 സർട്ടിഫിക്കറ്റ് കാണിക്കണം. നമ്മൾ ആ B1 കഴിഞ്ഞ് വരുമ്പോൾ ഫ്ലേഗെ ഹെൽപ്പർ എന്ന് പറയും, കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. കെയർ അസിസ്റ്റന്റ് മനസ്സിലാവാൻ പറഞ്ഞില്ല, നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. സോ B2 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആവത്തുള്ളൂ. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉടനെ ഡോക്ടറെ കാണാൻ പറ്റുമോ അവിടെ? എങ്ങനെയാ നമുക്ക്? അതോ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെയിറ്റ് ചെയ്ത്? ഇപ്പം UK ഒത്തിരി പാടല്ലേ കാണുന്നത്, അതുപോലെയാണോ അവിടെയും?
UK അത്രയും ശോകമില്ല, എന്നാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കൊരു ഹൗസ് ആർട്സ് എന്ന് പറഞ്ഞൊരു സാധനം ഒരാൾ കാണും. നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു ഡോക്ടറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേക്കും. അവിടെ നമ്മൾ പേഴ്സണലി ഉള്ള ഡോക്ടറാണ്. നമുക്ക് എപ്പോ ആവശ്യം വന്നാലും ഇന്നിപ്പോ വിളിച്ചാൽ എനിക്ക് ഇന്നിപ്പോ അവധിയാണ്, ചൊവ്വാഴ്ച വിളിച്ചാൽ ചൊവ്വാഴ്ചത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പൊ നമുക്ക് പോയി അവിടെ കാണാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമുക്കിപ്പോ ഒരു ഓർത്തോ അപ്പോയിന്റ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് വെയിറ്റ്. അത് ടൈം എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇവിടെ. പക്ഷെ എമർജൻസി ആണെങ്കിൽ വി ക്യാൻ ഗോ ടു ഹോസ്പിറ്റൽ. നമ്മൾ നോർമൽ എമർജൻസി അല്ലാത്തൊരു കേസിന്റെ കാര്യം പറഞ്ഞത്. എമർജൻസി കേസിൽ ഡെഫിനറ്റ്ലി നമ്മൾ കാഷ്വാലിറ്റി പോകും, അവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും. പക്ഷെ എമർജൻസി അല്ലാത്തൊരു കേസാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ UK പോലെ ഇവർ ഈ പറയുന്ന ഒരു വർഷം 6 മാസം അത്രയും പ്രൊലോങ്ഡ് വെയിറ്റിംഗ് ഇല്ല. നമ്മൾ RN ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ 6 മാസം കഴിയുമ്പോൾ എക്സാം എഴുതേണ്ടതായിട്ടുണ്ടോ? വേണ്ട, നമ്മൾ 6 ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം പ്രോബേസ് ആയിട്ടുണ്ട്. ഈ പ്രൊബേഷൻ പീരീഡ് പാസ്സാകണം എന്നേ ഉള്ളൂ. പ്രൊബേഷൻ പീരീഡ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാനൊക്കെ പറ്റത്തുള്ളൂ. മാം പ്രൊബേഷൻ പീരീഡ് പാസ് ആയില്ലെങ്കിൽ എന്താ അടുത്ത സ്റ്റെപ്പ്? പാസ്സായില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പാസ്സാവാതിരിക്കത്തില്ല, ബിക്കോസ് നമ്മൾ പാസ്സാവാനായിട്ട് എഫേർട്ട് ഇടും. ഇവൻ പാസ്സായില്ലെങ്കിൽ നമ്മൾ അടുത്ത ഹോസ്പിറ്റലോ ഓൾഡ് ഏജ് ഹോമോ കെയർ ഹോമോ നമ്മൾ നോക്കും, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ ഓപ്പൺ ആയിട്ട് സംഭവിക്കാറില്ല. പക്ഷെ ഒരു 10,000 പേര് ഒരാൾക്കോ 2 പേർക്കോ സംഭവിക്കാറുണ്ട്. പക്ഷെ അവരുടെ കേസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അറിയാത്തവർക്കായിരിക്കും. പിന്നെ ഒരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് വരുവാണെങ്കിൽ, ഇപ്പൊ ഒരു ഒരു ഹസ്ബൻഡ് വൈഫ് ഒരാൾക്ക് ജോലിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരിക്കും? നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ അവിടെ? നമുക്ക് ജീവിക്കാൻ പറ്റും, തീർച്ചയായിട്ടും. ഇവിടെ എൻ്റെ ഒരുപാട് കൊളീഗ്സ് വൈഫ് മാത്രം ജോലിക്ക് പോയി നിൽക്കുന്നുണ്ട്. ബിക്കോസ് കുട്ടികളെ നോക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഒരാൾ വേണം, കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാനോ കൊണ്ടാക്കാനോ ഒക്കെ ഒരാൾ വേണ്ട വരും തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവര് ചിലവർ പാർട്ട് ടൈം പോകും, ചിലവർ ജോലിക്കേ പോകാതെ ഇരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ മുന്നോട്ടും. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു ഗസ്റ്റിന്റെ ബാഗ് വേണം, ക്ലാവിൻ ക്ലൈന്റെ ഡ്രസ്സ് വേണം, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഒന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ ഇവിടെ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം ട്രാവലൊക്കെ പോയി നന്നായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. ഒരു ഡൗട്ട് ചോദിക്കാം. ഹലോ മാം, മാം പറഞ്ഞല്ലോ നമ്മുടെ ബേസിക് സാലറി 2,800 euro ആയിരിക്കും എന്ന്. നമ്മുടെ നാട്ടിലും അതുപോലെ GCC കൺട്രിയിലും എക്സ്പീരിയൻസ് ഉള്ള അവരുടെ ബേസിക് സാലറി അത് തന്നെ ആയിരിക്കും. ഈ പറയുന്ന 6 month പ്രൊബേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻക്രീസ് ആവുമോ ഈ എക്സ്പീരിയൻസ്? യെസ്, അത് ഇപ്പം എല്ലായിടത്തും ഇൻക്രീസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ചില ഹോസ്പിറ്റൽസ് ആ എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യും, ചില ഹോസ്പിറ്റൽസ് ആ എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് ആ ബേസിക്സിൽ തന്നെ പോകും. ഇപ്പൊ 2,800 എന്ന് പറയുന്നത് ഒരു 2,800 എന്ന് പറയുന്ന ഒരു നോർമൽ കാറ്റഗറി. അത് മുകളിലോട്ട് 3,200 തൊട്ട് ബേസിക് സാലറി കിട്ടുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ ദി സിറ്റി, ഡിപ്പെൻഡ് ഓൺ ദി ഹോസ്പിറ്റൽ, ഡിപ്പെൻഡ് ഓൺ ദി ഫെസിലിറ്റീസ്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ആ ബേസിക് സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. ഈ 2,800 എന്നുള്ളത് സ്റ്റബോൺ ആയിട്ട് വെക്കാൻ പറ്റത്തില്ല നമുക്ക്. കറന്റ്ലി ഒരു 1 year 1.5 year നമുക്ക് എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ? ഒരു ബുദ്ധിമുട്ടില്ല. ഗ്യാപ്പ് ബുദ്ധിമുട്ടല്ല. ഇല്ല, ഇവിടെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ച് അത് വിഷയമല്ലല്ലോ. മാം, നമുക്ക് പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ലാംഗ്വേജ് ബേസ് ചെയ്താണോ നമ്മുടെ പ്രൊഫഷനെ ബേസ് ചെയ്താണോ എക്സാം വരുന്നത്? അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എക്സാം ഇല്ല, രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കേ ഉള്ളൂ. ആ എക്സാം ഡെഫിനറ്റ്ലി നമ്മൾ നിൽക്കുന്ന വാർഡ് അല്ലെങ്കിൽ നമ്മുടെ ആ മെഡിക്കൽ എന്താണോ അല്ലെങ്കിൽ സർജിക്കൽ എന്താണോ ആ ഒരു ഡിസീസ് കണ്ടീഷൻസിനെ അനുസരിച്ചിട്ടായിരിക്കും. ഇന്റർനാഷണൽ സ്കൂൾസ് ഒക്കെ അവൈലബിൾ ആണോ അവിടെ അടുത്ത് കുട്ടികളെ വിടാൻ? ഇന്റർനാഷണൽ സ്കൂൾസ് അവൈലബിൾ ആണ്. പക്ഷെ ഇന്റർനാഷണൽ സ്കൂൾസിൽ വിടാനായിട്ടുള്ളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ഒരിക്കലും വിടാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടുത്തെ ഒരു വർഷത്തെ ഫീസ് 10,000 യൂറോയാണ്. 10,000 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. അത്രയ്ക്കുള്ള ഒരു നഴ്സിനെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. അല്ല, 2 പേര് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സാലറി അവിടുത്തെ എക്സ്പെൻസും കുട്ടിയുടെ പഠിത്തവുമായിട്ട് പറ്റൂലേ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇവിടെ യൂഷ്വലി ഇന്റർനാഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാവരും, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നത് എല്ലാവരും മിക്കവാറും ഭയങ്കര ബിസിനസ്മാൻമാരുടെ അല്ലെങ്കിൽ ഭയങ്കര ആർക്കിടെക്ട്സ്, ഡോക്ടേഴ്സിന്റെ ഒക്കെ മക്കളാണ്. ബിക്കോസ് അവർക്ക് ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് ഈ 10 ലക്ഷം 12 ലക്ഷം രൂപയാണ്. നമ്മളുടെ ടാക്സ് ഡിഡക്ഷനകത്ത് നമുക്കത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടുമോ? ടാക്സ് എന്ന് പറഞ്ഞാൽ പിടിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ആണ്. നമുക്ക് ഇത്രയും ഫീസ് ഒന്നും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പിള്ളേരെ ഗവൺമെന്റ് ഈ ഫെസിലിറ്റി വന്നിട്ട് നമ്മൾ പഠിപ്പിക്കാതെ വേറെ ഇതിൽ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. 40% തന്നെയാണോ ഈ ടാക്സ് ഡിഡക്ഷൻ വരുന്നത്? എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ ടാക്സ് ഡിഡക്ഷൻ?
അല്ല, കല്യാണം കഴിച്ചവർക്ക് ഒരു രീതിയാണ്, 2 പേർക്കും ജോലിയുള്ളവർക്ക് ഒരു രീതിയാണ്. ഇപ്പൊ സിംഗിൾ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിയാണ്, സ്റ്റുഡൻസിന് ഒരു രീതിയാണ്. അങ്ങനെ ടാക്സ് ക്ലാസ്സിന് ഡിഫറൻസ് ഉണ്ട്. 1 to 6 വരെയാണ് ടാക്സ് ക്ലാസ്. നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന പൈസ മാത്രമേ നമുക്ക് റിട്ടേൺ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്. Okay.